ഈ സ്ഥലം മുകളിൽ ഇതുപോലെ വൃക്ഷങ്ങൾ നിർത്തിയിരിക്കായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പകുതി സ്ഥലത്ത് ഇതുപോലെ വൃക്ഷങ്ങൾ നിർത്തിയിരിക്കായിരുന്നു കണ്ണൻദേവൻ്റെ തോട്ടം. അത് പിന്നീട് നമ്മുടെ സർക്കാരുകൾ വന്നു കഴിഞ്ഞപ്പോൾ കൈവശ ഭൂമി കൈവശക്കാർക്ക് എടുക്കാവുന്ന നിയമം കൊണ്ടുവന്ന് അതെല്ലാം കൈവശപ്പെടുത്തി. അപ്പോൾ ഈ മുകളിൽ ഈ വൃക്ഷങ്ങൾ നിൽക്കുമ്പോൾ അവിടുന്ന് ഉറവയുണ്ടായിട്ട് താഴെയുള്ള കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നാ തണുപ്പായിരുന്നു. ആ തണുപ്പ് വല്ലതും ഇന്ന് അനുഭവിക്കാനുണ്ടോ? ആ മരം അങ്ങ് മുറിച്ചതോടുകൂടി പ്രകൃതിയുടെ മൊത്തം കാലാവസ്ഥ മാറ്റിക്കളഞ്ഞു. അപ്പം ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് ഇതുപോലെയുള്ള മരങ്ങളെ നമ്മുടെയൊക്കെ പറമ്പുകളിൽ നിർത്തുക. ഇപ്പം മണ്ണിൻ്റെ ഉപരിതലത്തിലും ആഴത്തിലും ദൂരത്തിലും പോയി വേര് ചെന്ന് വളമെടുക്കുന്ന വൃക്ഷമാണ് പ്ലാവ്. അതുകൊണ്ടാണ് ഇത്രയും തൂക്കം കൂടിയ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. കണ്ടോ, നമ്മൾ കോൺക്രീറ്റ് പില്ലർ വാർക്കുമ്പോൾ കമ്പി ഇട്ടിട്ട് പുട്ടിങ് ഇട്ട് കൊടുക്കല്ലേ കോൺക്രീറ്റ് കൊണ്ട്. ഇത് പ്രകൃതി ഇട്ട് കൊടുക്കുന്ന പുട്ടിങ്ങാണ്. ഈ കണ്ടതും ഈ കണ്ട വേരും ഇതും എത്ര കാറ്റ് വന്നാലും ഇതുകൊണ്ട് ഈ വേരിങ്ങനെ പോരുക. ഞാൻ ഇതിൻ്റെ ഒന്നും വേറൊന്നും മുറിക്കത്തില്ല. ഇത് അടുത്ത വർഷത്തെ ചക്ക കായ്ക്കുന്നുള്ള ഒരു സൂചനയാണ്. കാരണം ഈ ചക്കയുടെ ഭാരം വരുമ്പോൾ ഇത് മറിയാതിരിക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന ഒരു വലിയ സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഇത്തരം വൃക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു AC പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഏത് വേനൊക്കെ വന്നാലും ചൂടില്ല. കാരണം ഒരു ലെയർ പുകഞ്ഞ് നിൽക്കുക ആനയുടെ അടുത്ത പ്ലാവിൻ്റെ. പിന്നെ തണലും തണുപ്പും കിട്ടുന്ന വർഷം ആ പ്ലാവെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കൃഷി നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. അത് ഇഷ്ടംപോലെ ഭൂസ്വത്വം ഉണ്ടായിരുന്നു ആളുകളുടെ കയ്യിൽ. ആ ഭൂസ്വത്വം ഉണ്ടായിരുന്ന കാലത്ത് മരമൊന്നും വെട്ടേണ്ട കാര്യമില്ല.